വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ കോൺഗ്രസിനെ കുരുക്കിലാക്കുന്ന നിയമനക്കോഴ വിവാദമുണ്ടായി. അതിൽ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് താളൂർ സ്വദേശി പത്രോസിന്റെ പരാതി. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും NM വിജയനും ചേർന്നാണ് പണം വാങ്ങിയത് എന്നാണ് പത്രോസ് 24-നോട് പറഞ്ഞത്. അതെ, കോൺഗ്രസ് നേതാക്കളാണ്. നെന്മേനി പഞ്ചായത്തിൽ വാർഡ് മെമ്പറായിരുന്നു. പ്രേമൻ എന്നാണ് പേര്. 4 റൗണ്ടായിട്ടാണ് പൈസ കൊടുത്തത്. 4 റൗണ്ടായിട്ട് പൈസ കൊടുക്കുമ്പോൾ തന്നെ 20 ലക്ഷം രൂപയോളായി. അത് കഴിഞ്ഞ് വേറെ ഏതൊരു ജോലി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു ആൾട്ടോ കാറുണ്ടായിരുന്നു. 4:30 വാങ്ങിയതാണ്. അതിന് 2.5 കൊടുത്തു. ഓരോ ഘട്ടങ്ങളും നാളെ ആട്ടെ മറ്റന്നാളാട്ടെ അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പോൾ വിജയേട്ടൻ, അതേപോലെ ചന്ദ്രേട്ടൻ, സക്കറിയ ഇവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് സാർ. കോൺഗ്രസിന്റെ മുൻ പ്രവർത്തകരും ഇപ്പം നിലവിലുള്ള പ്രവർത്തകരും അറിയപ്പെടുന്നവരാണ് എല്ലാവരും. NM വിജയന് 10ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി കഴിഞ്ഞു. നിയമനക്കുഴ വിവാദത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ CPIM ഇന്ന് പ്രതിഷേധം നടത്തുകയാണ്. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN, ഇതിൽ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് 2014 മുതലുള്ള നിയമന കോഴയാണ്. ഇവിടെ ബത്തേരി അർബൻ ബാങ്ക് കേന്ദ്രീകരിച്ചും മറ്റ് ചില സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട കോഴയാണ് ഈ വിവാദത്തിന് ആധാരം. അതിൽ NM വിജയൻ, DCC ട്രഷററായിരുന്ന, ഇപ്പോൾ ആത്മഹത്യ ചെയ്ത NM വിജയൻ ഇടനിലക്കാരനായി നിന്ന് പല കോൺഗ്രസ് നേതാക്കൾക്കും പണം നൽകി. പക്ഷേ നിയമനം നൽകിയില്ല എന്നുള്ളതാണ് CPIM ഉയർത്തുന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ പോലീസിന് ലഭ്യമാകുന്നത്. SP-ക്ക് ഇന്നലെ പരാതി നൽകിയ താളൂർ സ്വദേശി പത്രോസ് മകന് വേണ്ടി 2014 മുതൽ 5 ഗഡുക്കളായി പണം കൈമാറി. അത് 22 ലക്ഷമാണ്. അതിലൊരു കാറും ഉൾപ്പെടും. അങ്ങനെ 22 ലക്ഷം രൂപ കൈമാറിയതായാണ് പറയുന്നത്. പക്ഷേ ജോലി ലഭിച്ചില്ല. പണം തിരികെ ചോദിച്ചപ്പോഴാണ് പ്രാദേശിക നേതാക്കളായ ചിലരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത് തിരികെ ചോദിച്ചപ്പോൾ 3 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ബാക്കി പണം കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 എഗ്രിമെന്റുകൾ, അതായത് ഒരു പ്രാദേശിക നേതാവിന്റെ പേരുള്ള എഗ്രിമെന്റും അതോടൊപ്പം തന്നെ മറ്റൊരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് NM വിജയൻ ഒപ്പിട്ട എഗ്രിമെന്റുമാണ്. പണം തിരികെ ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ കോപ്പി കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം പരാതികൾ ഇതിനകം തന്നെ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. അതേസമയം പോലീസിന്റെ അന്വേഷണം ഈ വിഷയത്തിൽ തുടരുകയാണ്. അതിൽ NM വിജയന്റെ ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തലാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടുകളിൽ സാമ്പത്തിക ബാധ്യതയാണ്. ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം ഇത്തരത്തിൽ നിയമന കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. അതിനാൽ തന്നെ 14 ബാങ്കുകളുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. ഈ നിയമനക്കോഴയിൽ യഥാർത്ഥ ബന്ധമുള്ളത് DCC നേതൃത്വത്തിനാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM ഇന്ന് പ്രതിഷേധവുമായി രംഗത്തുണ്ട്. SKN. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.